ഓം ശ്രീ ആഞ്ജനേയായ നമ. MS-V4 ആസ്ട്രോ റിസർച്ചിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഞാൻ MS വിനീത്. നവരാത്രി വ്രതത്തിന്റെ പ്രാധാന്യമാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പ്രതിപാദിക്കുന്നത്. എന്റെ ചാനൽ MS-V4 ആസ്ട്രോ റിസർച്ച് ആദ്യമായിട്ട് കാണുന്നവർ ദയവുചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ മസ്റ്റായിട്ടും രേഖപ്പെടുത്തുക. നവരാത്രി വ്രതം ദേവി വ്രതങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വ്രതമാണ് നവരാത്രി വ്രതം. ഒരു വർഷത്തെ ദേവി ഉപാസന നടത്തിയതിന് തത്തുല്യമായിട്ടുള്ള ഫലമാണ് നവരാത്രി വ്രതം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നത്. 2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച മുതൽ നവരാത്രി വ്രതം തുടങ്ങിയിരിക്കുകയാണ്. അതായത് കന്നിമാസത്തിലെ അമാവാസി ദിനം മുതലാണ് ഈ ഒരു നവരാത്രി വ്രതം തുടങ്ങുന്നത്. അമാവാസി മുതൽ അടുത്തത് പ്രഥമ, ദ്വിതീയ, തൃതീയ, ചതുർത്ഥി, പഞ്ചമി, ഷഷ്ടി, സപ്തമി, അഷ്ടമി, നവമി, ദശമി, ഇത്രയും ദിവസങ്ങളാണ് അമാവാസി. അതായത് അമാവാസിക്ക് ശേഷമുള്ള ഇത്രയും ദിവസങ്ങൾ, ഇത്രയും തിഥികളാണ് ഈ നവരാത്രി വ്രതങ്ങൾക്കായി അനുഷ്ഠിക്കുന്നത്. ആദി പരാശക്തിയുടെ 9 ഭാവങ്ങളിലുള്ള പൂജകളും 9 ഭാവങ്ങളിലായിട്ടാണ് ഇത്രയും ദിവസത്തെ വ്രതത്തിന് പ്രാധാന്യം കൽപ്പിക്കുന്നത്. ആദ്യത്തെ 3 ദിവസം വ്രതത്തിന് പാർവതി ദേവിയുടെ സങ്കല്പത്തിലാണ് വ്രതം അനുഷ്ഠിക്കുന്നത്. അടുത്ത 3 ദിവസം മഹാലക്ഷ്മി ദേവിയായും അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയുമായിട്ടാണ് നവരാത്രി വ്രതം, നവരാത്രി പൂജകൾ നടത്തുന്നത്. അപ്പം ഈ വ്രതം അനുഷ്ഠിക്കുമ്പോൾ 9 ദിവസം പൂർണ്ണമായിട്ടും മത്സ്യ മാംസാദികൾ ഒഴിവാക്കി ഒരു നേരം അരിയാഹാരം എന്ന കണക്കിൽ വേണം വ്രതം അനുഷ്ഠിക്കാൻ. 9 ദിവസം പൂർണ്ണമായിട്ടും വ്രതം അനുഷ്ഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ, അങ്ങനെ ആരോഗ്യക്ലേശങ്ങൾ ഉള്ളവർക്ക് സപ്തമി, അഷ്ടമി, നവമി, ദശമി ഈ 4 ദിവസം അതിശ്രേഷ്ഠമായ ദിനങ്ങളാണ്. മഹാനവമി, അതുപോലെ തന്നെ ദുർഗാഷ്ടമി, അതുപോലെ വിജയദശമി, ഇത്തരം ദിവസങ്ങൾ വളരെ ശ്രേഷ്ഠമായ ദിനമാണ്. ആ 4 ദിവസം, ആ 4 തിഥികളിൽ വരുന്ന ദിവസങ്ങളിൽ വ്രതം അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. വ്രതം അനുഷ്ഠിക്കുമ്പോൾ ആഹാരം മാത്രം, അങ്ങനെ ആഹാരം നിമിത്തമുള്ള വ്രതം മാത്രം പോരാ, പൂർണ്ണമായിട്ടും ശരീരപരമായിട്ടുള്ള ശുദ്ധിയും അതുപോലെ തന്നെ സംസാരവും ആ ഒരു മിതത്വ ഭാവത്തിൽ വേണം സംസാരിക്കാൻ. അങ്ങനെ പൂർണ്ണമായിട്ടും ശുദ്ധിയോടുകൂടി വേണം വ്രതം അനുഷ്ഠിക്കാൻ. അടുത്തുള്ള ദേവീ ക്ഷേത്രത്തിൽ ദർശനം നടത്താവുന്നതാണ്. ലളിത സഹസ്രനാമം, ദേവി ഭാഗവതം, അതുപോലെ തന്നെ ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുന്നതും അതിശ്രേഷ്ഠമാണ് ഈ ദിനങ്ങളിൽ. നവരാത്രി വ്രതം അനുഷ്ഠിക്കുമ്പോൾ പൂർണ്ണമായിട്ടുള്ള ദേവി കടാക്ഷം ആർജിച്ചെടുക്കാൻ സഹായകരമാവുന്നതാണ്. അതുപോലെ തന്നെ കുടുംബത്ത് ശാന്തിയും സമാധാനവും ആ ഒരു ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അച്ചീവ് ചെയ്തെടുക്കാൻ സഹായകരമാകുന്ന ഒരു വ്രതമാണ് നവരാത്രി വ്രതം. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും നവരാത്രി വ്രതം അനുഷ്ഠിക്കാവുന്നതാണ്. ഈ വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പൂർണ്ണമായിട്ടുള്ള ആ ഒരു അനുഗ്രഹം കിട്ടുന്നത് വഴി ദശാകാലത്തെ ദോഷങ്ങളെല്ലാം, പ്രത്യേകിച്ച് ചന്ദ്രദശയിലുള്ള ദോഷം, അതുപോലെ തന്നെ ശുക്രദശയിൽ വരുന്ന അങ്ങനെയുള്ള അന്തർദശാ ദോഷങ്ങളും അതുപോലെ ചൊവ്വ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളും ദോഷങ്ങളും പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ സഹായകരമാവുന്ന ഒരു വ്രതം കൂടിയാണ് നവരാത്രി വ്രതം. ഈ വ്രതങ്ങളിൽ സപ്തമി ഇപ്പം 2025 സെപ്റ്റംബർ 29 പൂജ വെക്കുന്നത്. അപ്പൊ അന്ന് വൈകിട്ട് 4:32 വരെ, സെപ്റ്റംബർ 29 തിങ്കളാഴ്ച 4:32 വരെ സപ്തമി തിഥിയാണ്. അതിനുശേഷം അഷ്ടമി തിഥിയിലേക്ക് കടക്കുകയാണ്. അഷ്ടമി തിഥിയിൽ വൈകിട്ട് സന്ധ്യാവേളയിൽ 6:30 പൂജ വെക്കുന്നത്. അപ്പം ഈ ദുർഗാഷ്ടമിയിൽ ആരാധിക്കുന്നത് ദുർഗാദേവിയും അതുപോലെ തന്നെ മഹാനവമിക്ക് ആരാധിക്കുന്നത് മഹാലക്ഷ്മി ദേവിയുമാണ്. അതുപോലെ വിജയദശമി നാളിൽ ആരാധിക്കുന്നത് സരസ്വതി ദേവിയുമാണ്. അപ്പം ഈ വേളകളിൽ ദേവി ഭാഗവതം പാരായണം ചെയ്യുക, ലളിത സഹസ്രനാമം പാരായണം ചെയ്യാം, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. വീട്ടില് ഭദ്രദീപം തെളിയിക്കുക, അതായത് 5 തിരിയിട്ട് വിളക്ക് തെളിയിക്കുക, നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് ശ്രേഷ്ഠം. ഭദ്രദീപം തെളിയിച്ച് രാവിലെയും വൈകിട്ടും വിളക്ക് തെളിയിച്ച് ശുദ്ധിയോടുകൂടി ദേവി മന്ത്രങ്ങൾ ജപിക്കുന്നതും ദേവി നാമങ്ങൾ ജപിക്കുന്നതും വളരെ ശ്രേഷ്ഠമാണ്. പൂർണ്ണമായിട്ടുള്ള ദേവിയുടെ അനുഗ്രഹം ആർജിച്ചെടുക്കാനും സഹായകരമാവുന്നതാണ്. ഇതാണ് നവരാത്രി വ്രതത്തിന്റെ ഒരു പ്രത്യേകത. ഏറ്റവും വേഗത്തിൽ ദേവിയുടെ അനുഗ്രഹം നേടിയെടുക്കാൻ സാധിക്കുന്ന വ്രതമാണ്. ആദിപരാശക്തിയുടെ 9 ഭാവങ്ങളിൽ വരുന്ന അത്രയും ഭാവങ്ങളിൽ വരുന്ന വ്രതമാണ് നവരാത്രി വ്രതം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്റെ നവരാത്രി വ്രതത്തിൽ, നവരാത്രിയുമായി ബന്ധപ്പെട്ട പൂജാ പ്രാർത്ഥനയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കണമെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജീവിതത്തിൽ അനുഭവിക്കുന്ന ക്ലേശം, ബുദ്ധിമുട്ട് എന്താണ്, അതുകൂടി ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യുകയാണെങ്കിൽ എന്റെ നവരാത്രി പൂജയിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ഫീസും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല, തികച്ചും സൗജന്യപരമാണ്. അതുപോലെ തന്നെ കബഡി പ്രശ്നത്തിലൂടെ ആസ്ട്രോളജി റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ്, കാര്യങ്ങൾ, കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ കബഡി പ്രശ്നത്തിലൂടെ ഓൺലൈൻ അപ്പോയിന്റ്മെന്റ്സിന് അങ്ങനെ താല്പര്യമുള്ളവർക്ക് വാട്സപ്പ് വഴി
മെസ്സേജ് അയച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. വാട്സപ്പ് നമ്പർ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. എല്ലാവർക്കും നവരാത്രി വ്രതം നല്ലൊരു നവരാത്രി വ്രതം നേർന്നുകൊണ്ട്, നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.